ഒരു സ്കൂളിലെ വിവിധ ക്ലബ് അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ സ്കൂൾ ക്ലബ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് എന്ന ടേബിളിൽ നിന്നും JRC വിഭാഗത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രിയോഫീസ് ബേസിലെ ക്വറി സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന: ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കുക. വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിളിൽ നിന്നും ടേബിൾ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുക. ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ: ഫീൽഡ്, അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. സെർച്ച് കണ്ടീഷൻ: മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു JRC. മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് സങ്കേതം ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുക. The file named schoolclub.odb given in the exam documents folder in home contains details of various club members of a school. Prepare a query of the details of JRC club members using the queries tools in the LibreOffice base from the members table. Use the use wizard to create query option in queries. Select the table namely members from tables under field selection in the wizard. Fields to be included: admission number, name, club. Search condition: members club is equal to JRC. Save the modified file using save as option. ഹോം ഫോൾഡർ തുറക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. സ്കൂൾ ക്ലബ് .odb എന്ന ഫയൽ തുറക്കുന്നു. ക്വറിയാണ് തയ്യാറാക്കാനുള്ളത്, അതുകൊണ്ട് ഇവിടെ ക്വറി എന്നത് സെലക്ട് ചെയ്തു. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നത് ഉപയോഗിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തു. മെമ്പേഴ്സ് എന്ന ടേബിൾ ഉപയോഗിച്ച് ക്വറി തയ്യാറാക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, മെമ്പേഴ്സ് എന്ന ടേബിളാണ് ക്വറി തയ്യാറാക്കാൻ ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതുതന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ അഥവാ ഫീൽഡുകൾ: അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. അഡ്മിഷൻ നമ്പർ ഉൾപ്പെടുത്തണം, അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നെയിം വേണം, നെയിം സെലക്ട് ചെയ്ത് അത് ഉൾപ്പെടുത്തുന്നു. ക്ലബ്ബ് എന്നതുകൂടി ഉൾപ്പെടുത്തുന്നു. ഇനി ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെർച്ച് കണ്ടീഷൻ നൽകേണ്ടതാണ്. മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു JRC എന്നതാണ് സെർച്ച് കണ്ടീഷൻ. അതുകൊണ്ട് ഇവിടെ മെമ്പേഴ്സ് ക്ലബ്ബ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു JRC എന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയും നെക്സ്റ്റ്, ഒന്നുകൂടി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 4 പേര് അടങ്ങുന്ന ക്വറി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ക്വറി ഇവിടെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫയൽ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യുന്നു, കാരണം അതിവിടെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്കത് തുറന്ന് കാണുവാൻ കഴിയും. ഇനി നമുക്ക് ഡാറ്റാബേസ് ഫയൽ സേവ് ചെയ്യണം. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ചാണ് ഇത് സേവ് ചെയ്യുന്നത്. ഹോമിലെ എക്സാം സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.